ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 33 ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. ധാവന്നശേഷു ഭുവനേഷു ഭിയാസപശ്യൻ വിശ്വത്തചക്രമവിദേ ഗതവാൻ വിരിഞ്ചം കാകാലചക്രം അതിലംഘയതീത്യവാസ്താം സർവം ജയൗ സാച ഭവന്തമവന്തദൈവാ. അന്വയം അർത്ഥം. സാ ആ മഹർഷി, ഭിയ ഭയം കൊണ്ട്, അശേഷ ഭുവനേഷു ലോകം മുഴുവൻ, ധാവൻ ഓടുന്നവനും, വിശ്വത്ര വിശ്വം മുഴുവൻ, തേ ചക്രമഭി അങ്ങയുടെ ചക്രത്തെയും, പശ്യൻ കണ്ടിട്ട്, വിരിഞ്ചം ബ്രഹ്മാവിനെ, ഗതവാൻ പ്രാപിച്ചു, ക ആരാണ്, കാലചക്രം കാലചക്രത്തെ, അതിലംഘയതി അതിൽ ലംഘിക്കുന്നത്, ഇതി എന്നു പറഞ്ഞ്, അവാസ്ത ത്യജിക്കപ്പെട്ടവനായി, സർവം ശിവനെ, യയൗ അഭയം പ്രാപിച്ചു, സാച്ച ശിവനും, ഭവന്തം അങ്ങയെ, അവന്തത ഏവ വന്ദിക്കുകയാണ് ചെയ്തത്. ഹരിവും. സാരം. ലോകമെങ്ങും ഭയന്നോടിയ ദുർവാസസ് എവിടെയും സുദർശനത്തെ കണ്ടു ഒടുവിൽ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അവിടെയും അഭയം കിട്ടിയില്ല. ശിവന്റെ അടുക്കിലെത്തി. ശിവനും അഭയം കൊടുത്തില്ല. ഹരിവും. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. ഭൂയോ ഭവൻ നിലയമേത്യമുനിം നമന്തം പ്രോജേ ഭവാനകം ഋഷേ നനു ഭക്തദാസ ജ്ഞാനം തപച്ചവനയാന്നിരമേവ മാന്യം യാഹംബരീഷപദമേവ ഭജേതി ഭൂമൻ. അന്വയം അർത്ഥം. ഹേ ഭൂമൻ, സർവ്വവ്യാപിയായ ദേവ, ഭൂയ വീണ്ടും, ഭവന്നിലയമേത്യ അങ്ങയുടെ വാസസ്ഥലത്തെ വന്നിട്ട്, നമന്തം അങ്ങയെ നമസ്കരിക്കുന്ന, മുനിയോട്, ഭവാൻ അങ്ങ്, ഹേ ഋഷേ അല്ലയോ മുനി, അഹം ഞാൻ, ഭക്തദാസ നനു ഭക്തദാസനാണല്ലോ, ജ്ഞാനം തപച്ച അറിവും തപസ്സും, വിനയാന്വിതം വിനയം കലർന്നാൽ, ഏവ മാത്രമേ, മാന്യം മാനിക്കപ്പെടുന്നതാകുള്ളൂ, ആഹി പോകുക, അംബരീഷ പദമേവ അംബരീഷന്റെ കാലുകളെ തന്നെ, ഭജ ആശ്രയിക്കുക, ഇതി എന്ന് പ്രോജെ പറഞ്ഞു. ഹരിവും. സാരം. ശരണാഗതിക്കായി ദുർവാസാവ് മഹർഷി വൈകുണ്ഠത്തിൽ ചെന്നു. താൻ ഭക്തദാസനാണ്. ജ്ഞാനവും തപസ്സും മാന്യമാകണമെങ്കിൽ വിനയാന്വിതനാകണം. അതിനാൽ അംബരീഷന്റെ അടുക്കൽ തന്നെ ചെല്ലുക എന്ന് വിഷ്ണു പറഞ്ഞു. ഹരിവും.